വീട്ടുമുറ്റത്തുള്ള കുറച്ച് ചെടികൾ പരിചയപ്പെടാം. ഇത് നമ്മൾ 10 മണി എന്ന് പറയും. 10 മണി കുറേ കളറുണ്ട്. ഇതിന് കാര്യമായ പരിചരണമൊന്നും വേണ്ട. ഇതുപോലൊരു തക്കാളിപ്പെട്ടി കിട്ടിയാലും ഈ ചെടി നട്ട് വളർത്താം. ഈ തക്കാളിപ്പെട്ടിനകത്ത് ചകിരിച്ചോറ്, ചകിരി തേങ്ങ ഉരുക്കുന്ന അതേപോലെയുള്ള ചകിരി ചോറ് എന്ന് പറയുന്നത് പൊടിയല്ല, അല്ലാത്തത് വെച്ചിട്ട് അതിൻ്റെ അടിവശം സൈഡ് വശം എല്ലാം വെച്ച് മണ്ണിടുക. കുറച്ച് ഉണങ്ങിയ കരിയിലകൾ ഇടുക. എന്നിട്ട് മണ്ണിട്ടിട്ട് ചെറിയ ചെറിയ തണ്ട് പൊട്ടിച്ച് നടുക. പിന്നെ ഇടക്കെല്ലാം പഴം പുഴുങ്ങുമ്പോൾ അതിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ച് ആ തെളിഞ്ഞ വെള്ളം ഇതിനകത്ത് ഇടക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നല്ല 10 മണി പൂക്കൾ നിങ്ങളെ വീട്ടുമുറ്റത്തും ഉണ്ടാക്കിയെടുക്കാം. എന്നും പൂവുണ്ടാവും ഇതിനകത്ത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ട് മൂന്ന് തണ്ട് കൊണ്ടുവന്ന് നട്ടതാണ്. ഇതിപ്പോൾ ഒരുപാടായി. കിട്ടുന്ന ചെറിയ ചെറിയ പാത്രത്തിലെല്ലാം നമ്മൾ 10 മണി നട്ടു വെക്കും. 10 മണി കളക്ഷൻ കുറേ ചെടികൾ. ഇതൊരു വെറൈറ്റി 10 മണിയാണ്. ഇതിൻ്റെ പൂവ് കണ്ടാൽ തന്നെ മനസ്സിലാവും. കേട്ടോ, ഒരു വെറൈറ്റി പൂവാണ്. ഇത് ബന്ധിച്ചെടി ചെണ്ടുമല്ലിക എന്നെല്ലാം പറയും. അത് പാവിട്ടതാണ്. മുളച്ച് കുറച്ച് വലുതായി. ഇനി ഇതെല്ലാം പറിച്ച് നടണം. ഇത് 9 മണി പൂവ്. നമ്മൾ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്നാണ് ഇതിന് പറയൽ. നിങ്ങളെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണ്? ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ. അതാണ്. വിരിഞ്ഞ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പൂവ് കൂമ്പിപ്പോകും. അതും 2-3 കളറുണ്ട്. കടും റോസ്, ലൈറ്റ് റോസ്, പിന്നെ മഞ്ഞ, പിന്നെ ഇത് വേറൊരു കളറാണ്. അങ്ങനെ കുറച്ച് തരം ഉണ്ട്. അതും ഇതുപോലെ തണ്ട് കൊണ്ട് നട്ടതാണ്. അതും നട്ടത് തക്കാളിപ്പെട്ടി തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പം തന്നെ പൂക്കൾ മുറ്റത്ത് വിരിഞ്ഞിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ. പിന്നെ ഇത് കുറ്റിച്ചെത്തിയാണേ. കുറ്റിച്ചെത്തി ഇത് കുറച്ച് വലുതായി പോയി. നിറയെ പൂക്കളുണ്ടാവും. ഇതിന് വലിയ കാര്യമായ പരിചരണം ഒന്നും ആവശ്യമില്ല. ഇത് നട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഇതിന് ചാണകപ്പൊടി ഇട്ടിന്. പിന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ വർഷം അതിന് കുറച്ച് മണ്ണ് അതിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ട് കൊടുത്തിന്. അല്ലാണ്ട് വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ഇത് ഒരു ഔഷധം കൂടിയാണ് ഈ കുറ്റിച്ചെത്തി. അപ്പോൾ കുറ്റിച്ചെത്തി നിങ്ങളെ വീട്ടിലെല്ലാം കൊണ്ടു നടാൻ ശ്രമിക്കൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് നന്ദ്യാർ വട്ടം. വീട്ടിൻ്റെ മുന്നിൽ തന്നെ നന്ദ്യാർ വട്ടം വെളുത്ത പൂക്കൾ നല്ലതാണെന്നല്ലേ പറയുക. അപ്പോൾ ഇത് നന്ദ്യാർ വട്ടച്ചെടിയാണ്. ഇത് ഇന്നലെ മഴയായതുകൊണ്ട് പൂവെല്ലാം അടിഞ്ഞു പോയി കുറേ. പിന്നെ വേറെയുണ്ട് നന്ദ്യാർ വട്ടം. അത് കാണിച്ചു തരാം. ഇതാ ഒരു വലിയ നന്ദ്യാർ വട്ടമുണ്ട്. അതിൻ്റെ മുകളിൽ നിറച്ചും പൂക്കളാണ്. പൂക്കളെന്ന് പറഞ്ഞാൽ അത്രയും നിറയെ ചപ്പ് കാണാണ്ട്. ചപ്പ് മീൻസ് ഇലകൾ കാണാതെ പൂക്കളുണ്ട്. നന്ദ്യാർ വട്ടവും ഒരു ഔഷധമാണ്. ഔഷധ ചെടി കൂടിയാണ്. പിന്നെ കൃഷ്ണന് മാല കിട്ടുമ്പോഴെല്ലാം ഇതിൻ്റെ വെളുത്ത പൂവും തുളസി ഇലയും കൂടി വെച്ച് കൃഷ്ണന് മാല കെട്ടി വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ചാർത്താൻ നല്ലതാണ്. നല്ല മണമാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പം വാതിൽ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. നിറയെ വിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് രാവിലെ ആകുമ്പോൾ കുറേ മഴയെല്ലാം പെയ്ത് കുറേ പൂവ് അടിയും താഴെ വീഴും. പിന്നെയെന്ന് പറഞ്ഞാൽ കോളാമ്പിയാണ്. കോളാമ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? ഇത് മഞ്ഞ കോളാമ്പി. ഇതാണ് കോളാമ്പി. കോളാമ്പി എന്നാണ് നമ്മളെ നാട്ടിൽ പറയുക. ഇതൊരു കോളാമ്പി പോലെ ഉണ്ട്. പണ്ടത്തെ കാലത്തെ കോളാമ്പി പോലെ തുപ്പെല്ലാം ചെയ്യുന്ന കോളാമ്പി അല്ലേ, അതിൻ്റെ ഒരു മോഡലല്ലേ ഇത്. പിന്നെ ഇത് നിത്യകല്യാണി, ശവന്നാറി എന്ന് പറയും, നിത്യകല്യാണി എന്ന് പറയും.
ഇതും ഒരു ഔഷധ ചെടിയാണ്. ഇതെല്ലാം ഇന്ന് ഒരുപാട് പൂക്കൾ വീട്ടിൻ്റെ മുറ്റത്ത്. ഇത് കുറ്റിച്ചക്ക് കുറേ ഉണ്ട് കേട്ടോ. കുറ്റിച്ചക്ക് കുറേ സ്ഥലത്ത് നട്ടിട്ടുണ്ട്. നിറച്ചും പൂവായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് മുല്ലയാണ്. ഇത് മുല്ല നട്ടിട്ട് ഇതിന് തടലെടുത്ത് കുറച്ച് ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഇതിനെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരാനുള്ള ഇതിനകത്താണ് നിൽക്കുന്നത്. ചെറിയ പൂക്കളുണ്ട്. മുല്ല ചെറിയൊരു പൂവ് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിൽ മൊട്ടുണ്ട്. പിന്നെ ഇത് സാധാ ഒറ്റ ഇതളുള്ളതല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞതാ, ഇത് നോക്കൂ നിങ്ങൾ, കുറച്ച് കൂടുതൽ ഇതളുള്ള നല്ല കട്ടിയുള്ള പൂവാണ്. നല്ല മണം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇവരെല്ലാം വിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നല്ല മണം വാതിൽ തുറക്കുമ്പോൾ. ഇതാണ് എൻ്റെ കുറ്റിമുല്ല അല്ല, സാധാ മുല്ല. ഇനി നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ചെമ്പരത്തി. ഇത് മഞ്ഞ ചെമ്പരത്തി. ഇത് നല്ല കട്ടിയുള്ള നല്ല ചെമ്പരത്തി. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വൈകുന്നേരമെല്ലാം വിളക്ക് തെളിക്കുമ്പം, രാവിലെ വിളക്ക് തെളിക്കുമ്പം എല്ലാം കൃഷ്ണൻ്റെ മുമ്പിലെല്ലാം വെക്കാൻ നല്ലതാണ് ഈ മഞ്ഞ ചെമ്പരത്തി. ഇന്ന് കുറേ പൂവ് വിരിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇത് കണ്ടോ. ഇതിൻ്റെ ഇടയിലുണ്ട് വേറൊരു പൂ വിരിഞ്ഞിട്ട്. ഇത് കണ്ടോ. ഇതെല്ലാമാണ് ഇന്ന് വീട്ടുമുറ്റത്തുള്ള ചെടികൾ. ബാൾസം ചെടി നട്ടിട്ടുണ്ട്. ഇത് വേറൊരു കളറാണ്. ഈ ചെടി ഒരുപാടുണ്ടാവും കേട്ടോ. ഈ ബാൾസം ചെടി ഒരുപാടുണ്ടാവും. ഇതിൻ്റെ വേറൊരു കളറുണ്ട്. ഇതാണ് ഇതിൻ്റെ വേറൊരു കളറ്. ഇതും ഇഷ്ടം പോലെ ഉണ്ടാവും. തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാത്തതാണ് ഈ സംഭവങ്ങൾ. ചിലത് പെട്ടെന്ന് ചീഞ്ഞു പോകും, പക്ഷെങ്കിൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകില്ല. പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് പുഴുക്കൾ വരുന്നുണ്ട്. പുഴുക്കളെ ശല്യം കൊണ്ട് ഇതിൻ്റെ ഇലകളും ഇതും എല്ലാം പോയി. ഉണ്ടാവും. ഇതിനൊന്നും വലിയ കാര്യമായ പരിചരണമൊന്നും വേണ്ട. വെറുതെ ഒരു ചട്ടിയിൽ നട്ടാൽ മതി. കളറാണിതേ. ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് കൊണ്ട് നട്ടിനേ ഉള്ളൂ. ഇത്ര പാട് വലുതൊന്നും ആയില്ല. പൂക്കളുണ്ടായി വരുന്നേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ഇന്ന് വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ്. ഇത് നാടൻ ചെമ്പരത്തി, 5 ഇതൾ ചെമ്പരത്തി. ഇത് എണ്ണ കാച്ചാനും എല്ലാം നല്ലതാണ്. ഇതിൻ്റെ പൂവ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചെമ്പരത്തി ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചെമ്പരത്തി കളയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ വീട്ടിലെല്ലാം ചെമ്പരത്തി ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ് ചെയ്യൂ. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ ചെടികളെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പൂന്തോട്ടം തന്നെ നിർമ്മിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.